ഹലോ ഗായ്സ്, ഞാനുണ്ടല്ലോ വീഡിയോ എടുത്തെങ്കിൽ ആ സ്പോട്ടിന് തന്നെ അത് മിക്സ് ചെയ്യും, അത് പിന്നെ അപ്ലോഡ് ചെയ്യും. അത്ര തന്നെ. അതിന് കുറേ നേരം എഡിറ്റ് ആക്കാനൊന്നും ഞാൻ നിൽക്കലില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ചെടി ഉണ്ടല്ലോ ടേർട്ടിൽ വൈൻ, ഇത് ഞാൻ എൻ്റെ അടുത്ത് കുറേ പോട്ട്സ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഷോപ്പിലൊക്കെ ഞാൻ ചെയ്തതാണ്, പക്ഷെ അവർ എന്നെ പറ്റിച്ചതാ, ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എനിക്കൊരു ഈ കട്ടിങ്സ് കളയുന്നത് ഇഷ്ടമല്ല. പക്ഷേ ആ കട്ടിങ്സ് ഇനി ഉപയോഗിക്കാനും പറ്റില്ല, അതിനി ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെ ചെടി കട്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാങ് ചെയ്തിട്ട് കുറച്ച് പോട്ടി മിക്സ് എല്ലാം ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് എനിക്ക് ഒരു ചെടീൻ്റെയൊക്കെ പടർന്ന് പിടിച്ച് കിട്ടിയതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഒരു പോട്ട് റെഡിയാക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയിൽ ഒരു നല്ല ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഈ ടേർട്ടിൽ വൈൻ. അതിൻ്റെ ആ ഒരു പച്ചപ്പും അതിൻ്റെ ഒരു ഏടെ കൊണ്ടുപോയിട്ട് ഇട്ടാലും അത് നല്ല സെറ്റായിട്ട് വരുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ടേർട്ടിൽ വൈനാണ് ഏറ്റവും കൂടുതൽ ചെയ്യൽ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു 4 പോട്ടിൽ ചെയ്ത് വെച്ചാൽ നിറച്ചുമായിട്ട് ഇങ്ങനെ താലോട്ടേക്ക് പടർന്ന് വരുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനെന്നില്ലെങ്കിൽ പോട്ടി മിക്സ് എന്നില്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് ചകിരിച്ചോറും മണ്ണും പിന്നെ ചാണകത്തിൻ്റെ പൊടിയുമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു കട്ടിങ്സ് എടുത്ത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനെടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. മണ്ണ് എന്താ പറഞ്ഞെങ്കിൽ അതേ ആ സെയിം മണ്ണ് കുറച്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ അമർന്ന് അവിടെ വേരൊക്കെ ചുറ്റുമായിട്ട് പടർന്ന് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളരുമല്ലോ. പിന്നെ എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ കട്ടാക്കിയിട്ട് വെക്കും. പിന്നെ ഇത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് ഇങ്ങനെ മാറ്റി നട്ട് വെക്കാനും പറ്റും. അപ്പോൾ അത് വേറൊരു പോട്ടിലേക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ നമുക്ക് ക്ലിപ്പിട്ട് ഫുള്ള് പിന്നെ ചെടീനെ തൂക്കേണ്ട പോലെ ആക്കിയിട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയെടുക്കും. എന്നിട്ട് അതിന് വേണ്ട വെള്ളം കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ അതിന് മെയിൻ പറയാനുള്ളത് ഡ്രെയിനേജ്. നമ്മൾ ഏതൊരു ചെടിയായെങ്കിലും അതിന് ഡ്രെയിനേജ് വെള്ളം ഇങ്ങനെ പിന്നെ ഒഴിച്ചു കൊടുത്താൽ അടിയിൽ ഇങ്ങനെ പോകണം. വെള്ളം കെട്ടി നിന്നാൽ ഏത് ചെടിയായെങ്കിലും ഇങ്ങനത്തെ ചെടിയായാലും അത് ചീഞ്ഞിട്ട് പോകും. പിന്നെ വാട്ടർ പ്ലാന്റ് ഒഴികെ, വാട്ടർ പ്ലാന്റ് എന്നില്ലെങ്കിൽ അതും നമ്മൾ നല്ലൊരു പോട്ടിലാക്കി വെള്ളത്തിൽ മാത്രം വെച്ച് കൊടുക്കണം. ഇതുണ്ടല്ലോ നമ്മൾ വയനാട് പോയപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ചെടിയാണ്. നമ്മൾ ഒരു 4 ദിവസം മുമ്പ് വയനാട് പോയിട്ടുണ്ടായില്ല. അപ്പോൾ ആ മുട്ടാന്ന് കൊണ്ടുവന്നത്, കുറേ മുട്ടൊക്കെ പോയിട്ടുണ്ടായി. പിന്നെ ഇതാ ഇപ്പോൾ ബാക്കിയുള്ള മുട്ടൊക്കെ വിടർന്ന് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആയിട്ട് വന്നു. ഈ വയനാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഓരോ പോട്ട് ചെടീന് ഞാനിങ്ങനെ ഒരു 4-5 പോട്ടോളാക്കിയിട്ട്, ഇനി ഇത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇനി മണ്ണിട്ട് ഞാൻ ആ സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ അതൊന്ന് പിന്നെ കട്ടിങ്സ് എല്ലാം എടുത്ത് റീപ്പോർട്ടാക്കും, കുറേ ആക്കിയിട്ട് എടുക്കും. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ചൈനീസ് ബോൾസം ഞാൻ വിചാരിച്ച പോലെയല്ല. ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ നല്ല പോട്ടി മിക്സൊക്കെ ചെയ്ത് വെച്ചപ്പോൾ